ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഏതായാലും കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് റെക്കോർഡ് ചെയ്യാമെന്ന്. ഒരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് എണ്ണ കത്തിരിക്കായ എന്നാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പല കറികൾ ഇങ്ങനെ ഇഷ്ടമുള്ളതുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ അവരുടെ രസം, സാമ്പാർ, പിന്നെ ഒരു ഫിഷ് കറി. നമ്മുടെ ഫിഷ് കറി വലിയ ഇഷ്ടമാണ്. അതല്ലാതെ ഇവിടുത്തെ സ്റ്റൈലിലൊരു ഫിഷ് കറി, അത് മദ്രാസ് ഫിഷ് കറി എന്നാണ് പറയുന്നത്, അത് ഇഷ്ടമാണ്. പിന്നെ പൂണ്ടെന്ന് പറഞ്ഞ വെളുത്തുള്ളി വെച്ചിട്ട് ഒരു ഇതുണ്ട്, ഒരു കറിയുണ്ട്, അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ ഒരിതാണ് ഈ എണ്ണ കത്തിരിക്ക എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കത്തിരിക്ക മേടിക്കുമ്പോൾ ചെറിയ ചെറിയ കത്തിരിക്ക, ഒരേ വലുപ്പമുള്ള നല്ല റൗണ്ടായിട്ടുള്ള കത്തിരിക്ക മേടിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കത്തിരിക്ക അത്ര ഫിനിഷിങ് ഇല്ല, അത്ര പെർഫെക്റ്റ് അല്ല. മേടിച്ചിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് വാടിയിട്ടുണ്ട്. അപ്പം അതിനി ഫുള്ളായിട്ട് വാടുന്നതിന് മുമ്പ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കത്തിരിക്ക ഇങ്ങനെ നന്നായിട്ട് തുടച്ചെടുക്കണം, കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കും. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. പിന്നെ ഓരോ കത്തിരിക്കായ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ തണ്ട് ഇത് മാത്രം കളയാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ കീറി കൊടുക്കണം. ഫുള്ളായിട്ട് വിടുവിക്കരുത്, ഇങ്ങനെ നാലായിട്ട് കീറി കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കേടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് ആക്ച്വലി, പക്ഷേ ഞാനിപ്പോൾ നല്ലെണ്ണയല്ല ഉപയോഗിക്കുന്നത്. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. നല്ലെണ്ണയാണ് അതിന് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കും. ഒരു പകുതിയോളം ഇതിൽ കിടന്ന് കുക്കാവണം. നമുക്കൊന്ന് മൂടി വയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു 6-7 മിനിറ്റ് കൂടുതൽ ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് വാട്ടിയെടുക്കണം. അത് ഒരു പകുതി കുക്കാവണം. അപ്പോൾ പിന്നെ ഗ്രേവി കിടന്നിട്ട് കുറച്ച് സമയം മതി അതിന്. ഓൾമോസ്റ്റ് ആയി, പിന്നീട് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കത്തിരിക്ക കൂടാതെ 2 സവോള, മീഡിയം സൈസ് സവോള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി അല്ലി, ചെറുതാണ്. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി, വലുതാണെങ്കിൽ നല്ല വലുതാണെങ്കിൽ 1 മതി. പിന്നെ ഒരു പിടി നിലക്കടല. ഇത് റോസ്റ്റഡ് ഇതിവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്, അത് തൊലി കളഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തിരുകിയ തേങ്ങ. പിന്നെ പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോണം. ഇതിപ്പോൾ ഞാൻ 1/4 കിലോ കത്തിരിക്കയ്ക്കാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ളതാണ് എടുക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ വേറെ ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഉലുവ സാധാരണ കടുക് പൊട്ടിക്കുമ്പോൾ മുഴുവൻ ഉലുവയായിട്ട് ഇടും. എനിക്കതങ്ങനെ ഉലുവ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടി ചേർക്കുന്നത്. ഇപ്പം ഞാൻ മീൻകറിക്കൊക്കെ ആണെങ്കിൽ ഉലുവ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഈ 4 പൊടികളാണ് വേണ്ടത്. പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഉണക്കമുളകും ഇത്തിരി കറിവേപ്പിലയും, ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളിയും ചേർത്ത് കടുക് പൊട്ടിക്കുക. ഞാനിപ്പോൾ ചുവന്നുള്ളി എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത്. ചുവന്നുള്ളിയും ചേർത്ത് സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കുന്നത് പോലെ. പിന്നെ വേണ്ടത് പുളി, വാളൻ പുളി. അത് വന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കുക. അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കില്ലേ, അങ്ങനെ അത് വേണം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഈ കത്തിരിക്കയെല്ലാം നമുക്കിതിൽ നിന്ന് എടുക്കാം. എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ തന്നെ കിടക്കട്ടെ, അതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ഇതിൽ തന്നെ അങ്ങ് വെച്ചേക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ സവോളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് പോയത്. അതേ എണ്ണയിലേക്ക് നമുക്ക് ഈ കടല ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇത് ഓൾറെഡി റോസ്റ്റഡ് കടലയാണ്. പിന്നെ ചെറുതായിട്ട് ഭയങ്കര ബ്രൗൺ കളർ ആവണ്ട. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ്. ഉപ്പിട്ട സവോള പെട്ടെന്ന് വാടും എന്ന് പറയുമല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ സവോള ഓൾമോസ്റ്റ് വാടി. അപ്പം നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അതേ വാടിയ തക്കാളിയും സവോളയ്ക്കകത്തോട്ടും നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും തേങ്ങായും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. ഞാൻ ആ പൊടി ഇട്ട ഭാഗം എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി, സോറി. അതൊന്നിട്ട് വാടിപ്പൊടി ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും തേങ്ങ ചേർക്കുക, ഇളക്കുക, ഓഫ് ചെയ്യുക. പിന്നെ അത് ആറിയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ മസാലയൊക്കെ അരച്ചിട്ടുണ്ട്. ഞാൻ അതേ ചട്ടിയിലേക്ക് തന്നെ കടുക് വറുക്കാനും ബാക്കി കറി ഇതിനകത്ത് തന്നെ അങ്ങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ പാത്രത്തിൽ തന്നെ എടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാം. ഇത്തിരി കടുകിടാം. ചിലർ ഈ കടുകിൻ്റെ കൂടെ മുഴുവൻ ഉലുവ ഇടും. എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഉലുവ അങ്ങനെ കടിക്കാൻ കിട്ടുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ പൊടികളുടെ കൂടെ ചേർത്തത്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചുമന്ന മുളകും കറിവേപ്പിലയും ചുമന്നുള്ളി ഇടുന്നുണ്ടെങ്കിൽ അതും. ഞാനിപ്പോൾ ചുമന്നുള്ളി സെപ്പറേറ്റ് ഇടുന്നില്ല. പിന്നെ കറിക്ക് സവോള നമ്മൾ ചേർക്കുന്നത്, ഞാൻ സവോളയല്ല 2 സവോള എടുത്ത്. സവോളയ്ക്ക് പകരം നമുക്ക് ചുമന്നുള്ളി വേണമെങ്കിൽ ചേർക്കാം. ആ 2 സവോളയ്ക്ക് അളവിനുള്ള ചുമന്നുള്ളി മാത്രം ചേർത്ത് വേണമെങ്കിൽ ഈ കറി ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ചുമന്നുള്ളി ഇവിടെ കുറവാണ്. പിന്നെ എനിക്കത് പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം വെച്ചിട്ട് ഞാൻ സവോള എടുക്കുന്നേ ഉള്ളൂ. സവോള പക്ഷേ കൂടുതൽ ആൾക്കാർ സവോളയെല്ലാം ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് അരച്ച മസാല ഇതിലേക്ക് ചേർക്കാം. സൂക്ഷിച്ച് ഒഴിക്കണം, തെറിക്കും. ഇതിങ്ങനെ കുറുകിയ എണ്ണക്കകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ചേർക്കണം. മിക്സി കഴുകി ആ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ അരച്ചപ്പോൾ ഒരു 1/2 കപ്പിലും ഇത്തിരി കൂടെ വെള്ളം ചേർത്താണ് അരച്ചത്. പിന്നെ ഇപ്പം മിക്സി കഴുകിയപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊത്തിരി നീണ്ട ചാറോട് കൂടിയ കറിയല്ല, ഇച്ചിരി കുറുകിയ ചാറോട് കൂടിയ കറിയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. ഇപ്പം നമുക്ക് ബ്രിഞ്ചോൾ ഇതിലേക്ക് ഇടാം. അപ്പം നമുക്കിത് മൂടി വയ്ക്കാം. 4-5 മിനിറ്റായി. നമുക്കിനി പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ കറി ഞാൻ ഓഫ് ചെയ്തു. ഇതാണ് അവസ്ഥ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പില മേലെ ഇട്ടിട്ട് മൂടി വയ്ക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഈവൻ ദോശയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ എവിടെയൊക്കെ ബിരിയാണിക്ക് സൈഡായിട്ട് കൊടുക്കും ഒരു ഗ്രേവി ആയിട്ട് ഈ കത്തിരിക്ക കറി, അതിനും നല്ലതാണ്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എണ്ണക്കത്തിരിക്കയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പറയുകയാണെങ്കിൽ അത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് എടുക്കുമ്പോഴായിരിക്കും അതിന് ടേസ്റ്റ് കൂടുക, അല്ലെങ്കിൽ അടുത്ത ദിവസം. ഇപ്പം നമ്മുടെ മീൻകറിയുടെ കാര്യം പറഞ്ഞ പോലെ അത് ഇരിക്കെയാണ് അതിന് ടേസ്റ്റ് കൂടുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.